യോർദാൻ നദിയിൽ സ്നാനമേറ്റ ശേഷം യേശുവിനെ ആഘോഷത്തിലേക്കോ ആശ്വാസത്തിലേക്കോ നയിച്ചില്ല, മറിച്ച് ശൂന്യതയിലേക്കാണ് നയിച്ചത്. പരിശുദ്ധാത്മാവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഒന്നും വളരാത്തതും ജനക്കൂട്ടം ഒത്തുകൂടാത്തതുമായൊരു വരണ്ട സ്ഥലം. 40 പകലും 40 രാത്രിയും അവൻ ഉപവസിച്ചു. അവൻ്റെ അധരങ്ങളിൽ നിന്നും ഒരു കഷ്ണം പോലും ഭക്ഷണം കടന്നുപോയില്ല. അവൻ ഏകനായിരുന്നു, ശിഷ്യന്മാരില്ല, ആശ്വാസങ്ങളില്ല, ശ്രദ്ധ തിരിക്കുന്നുമില്ല. വെറും നിശബ്ദത, വിശപ്പും മാത്രം. പിന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യവും. ഇതൊരു ശിക്ഷയായിരുന്നില്ല, അതൊരൊരുക്കമായിരുന്നു. യേശുവിനെ പിശാച് മരുഭൂമിയിലേക്ക് നയിച്ചില്ല, ആത്മാവാണ് അവനെ നയിച്ചത്. ഇത് ശക്തമായ ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നു. ചിലപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വരണ്ടതും ഏകാന്തതവുമായ സീസണിലേക്ക് നയിക്കും. നിങ്ങളെ ഉപദ്രവിക്കാനല്ല, മറിച്ച് നിങ്ങളെ രൂപപ്പെടുത്താനാണ്. ഈ സീസണുകൾ പവിത്രമാണ്. അപ്പത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന എല്ലാ വാക്കിലും ആശ്രയിക്കാൻ നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് അവ ശ്രദ്ധാശൈഥില്യങ്ങളെ നീക്കം ചെയ്യുന്നു. മത്തായി 4:4. രസകരമെന്ന് പറയട്ടെ, 40 ദിവസം കഴിഞ്ഞപ്പോൾ യേശു വിശന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. മത്തായിയുടെ 4:2. ഇത് വൈദ്യശാസ്ത്രപരമായും ആത്മീയമായും ആഴമേറിയതാണ്. ഭക്ഷണം ലഭിക്കാതെ വരുമ്പോൾ ശരീരം പൊരുത്തപ്പെടും. യഥാർത്ഥ ശാരീരിക വിശപ്പ് പലപ്പോഴും ഉപവാസത്തിൻ്റെ 3-ാം ദിവസത്തിന് ശേഷം അപ്രത്യക്ഷമാകുകയും ശരീരം ഒരു നിർണായക ഘട്ടത്തിലെത്തുമ്പോൾ സാധാരണമായി ഏകദേശം 40 ദിവസത്തിനുള്ളിൽ മാത്രമേ തിരികെ വരികയുള്ളൂ. ഈ വിശപ്പ് ഒരു ആഗ്രഹമല്ല, അത് അതിജീവനത്തിൻ്റെ സൂചനയാണ്. യേശു ആ ഘട്ടത്തിൽ എത്തിയിരുന്നു. അതേസമയം ഒരു ഭക്ഷണം മാത്രം ഒഴിവാക്കിയതിനു ശേഷം നമ്മളിൽ പലർക്കും വിശക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആ സംവേദനം പലപ്പോഴും നമ്മുടെ വയറാവശ്യത്തിനല്ല, പതിവിനോട് പ്രതികരിക്കുന്നതാണ്. ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങളെ സാധാരണ ഭക്ഷണ സമയത്ത് ഗാസ്ട്രിക് ആസിഡുകൾ പുറത്തുവിടുന്നു. അത് വരാത്തപ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നു. നമ്മൾ വിശപ്പെന്ന് തെറ്റായി വിളിക്കുന്നു. ആത്മീയ ശിക്ഷണത്തെക്കാൾ ശീലത്താൽ നാം എത്ര എളുപ്പത്തിൽ ഭരിക്കപ്പെടുന്നു എന്ന് ഇത് കാണിക്കുന്നു. യേശുവിൻ്റെ ശരീരം ഏറ്റവും ദുർബലമായിരുന്ന ആ ദുർബല നിമിഷത്തിലാണ് സാത്താൻ പ്രത്യക്ഷപ്പെടുന്നത്. 1-ാം ദിവസത്തിലോ 10-ാം ദിവസത്തിലോ പരീക്ഷകൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഉപവാസം പൂർത്തിയാക്കുന്നതുവരെ, ക്ഷീണത്തിൻ്റെ വക്കിലെത്തുന്നതുവരെ, യേശു ശാരീരികമായി തളരുന്നതുവരെ അവൻ കാത്തിരുന്നു. നിങ്ങളുടെ ഏറ്റവും ദുർബലമായ നിമിഷങ്ങൾ, ക്ഷീണം, നിരാശ അല്ലെങ്കിൽ ഏകാന്തത എന്നിവ പ്രലോഭനത്താൽ ബാധിക്കുന്നതിനായി പിശാച് പലപ്പോഴും കാത്തിരിക്കുന്നു. സാത്താൻ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുക. ഇത് യേശുവിൻ്റെ വിശപ്പിന് മാത്രമല്ല, അവൻ്റെ സത്വത്തിനും ഒരു വെല്ലുവിളിയായിരുന്നു. പിശാചിൻ്റെ തന്ത്രം സൂക്ഷ്മമായിരുന്നു. അവൻ യേശുവിൻ്റെ പുത്രത്തെ പൂർണ്ണമായി നിഷേധിച്ചില്ല. അവൻ അതിനെ ചോദ്യം ചെയ്തു. നീ അങ്ങനെയാണെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ മൂല്യം തെളിയിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഓരോ പ്രലോഭനത്തിനും പിന്നിലും രഹസ്യമാണ്. ആദ്യ പരീക്ഷണം ജഡമോഹം. യേശുവിന് കല്ലുകളെ അപ്പമാക്കി മാറ്റാമായിരുന്നു. അവന് ശക്തിയുണ്ടായിരുന്നു, പക്ഷേ അവനത് ചെയ്തില്ല. എന്തുകൊണ്ട്? കാരണം യഥാർത്ഥ പരിശോധന ഭക്ഷണത്തെക്കുറിച്ചായിരുന്നില്ല, അത് അനുസരണത്തെക്കുറിച്ചായിരുന്നു. ആവർത്തനം 8:3 ഉദ്ധരിച്ചുകൊണ്ട് യേശു തിരുവെഴുത്ത് ഉപയോഗിച്ച് ഉത്തരം നൽകി. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്നും വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുമെന്ന്. ഇവിടെ അവൻ ജഡത്തിൻ്റെ മോഹത്തെ ദൈവത്തിൻ്റെ സമയത്തിന് പുറത്തുള്ള ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആഗ്രഹത്തെ പരാജയപ്പെടുത്തി. എല്ലാ വിശ്വാസികളും നേരിടുന്നൊരു പ്രലോഭനമാണിത്. പ്രകൃതിവിരുദ്ധമോ അഭക്തമോ ആയ മാർഗങ്ങളിലൂടെ സ്വാഭാവിക ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുക. എന്നാൽ യേശു നമുക്ക് കാണിച്ചു തരുന്നു, ദൈവവചനം ഭൗതിക ഭക്ഷണത്തേക്കാൾ കൂടുതൽ താങ്ങാനാവുന്നതാണ് എന്ന്. 2-ാമത്തെ പരീക്ഷണം ജീവിതത്തിൻ്റെ അഹങ്കാരം. അടുത്തതായി പിശാച് യേശുവിനെ ദേവാലയത്തിൻ്റെ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. നീ ദൈവപുത്രനെങ്കിൽ സ്വയം ചാടുക, കാരണം അത് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് അവൻ സങ്കീർത്തനം 91 ഉദ്ധരിച്ചു. ദൂതന്മാർ അവനെ പിടിക്കുമെന്നും പറഞ്ഞു. ഇവിടെയാണ് കാര്യങ്ങൾ അപകടകരമാകുന്നത്. സാത്താൻ തിരുവെഴുത്ത് ഉപയോഗിച്ചു, പക്ഷേ അത് വളച്ചൊടിച്ചു. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. ആവർത്തനം 6:16. ഇത് അഹങ്കാരത്തിൽ വേരൂന്നിയൊരു പ്രലോഭനമായിരുന്നു.
യേശു മിശിഹയാണെന്ന് ഗംഭീരമായ അത്ഭുതകരമായ രീതിയിൽ തെളിയിക്കാൻ പിശാച് യേശുവിനെ പരസ്യമായൊരു പ്രദർശനം നടത്താൻ വെല്ലുവിളിച്ചു. എന്നാൽ യേശു കയ്യടിയേക്കാൾ അനുസരണമാണ് തിരഞ്ഞെടുത്തത്. തന്ത്രങ്ങൾ പ്രയോഗിക്കാനല്ല അവൻ വന്നത്, പ്രവചനം നിറവേറ്റാനാണ് അവൻ വന്നത്. ഇതിലൊരു ഒളിഞ്ഞിരിക്കുന്ന സത്യമുണ്ട്. ആരെങ്കിലും ബൈബിൾ ഉദ്ധരിക്കുന്നുവെന്ന് കരുതി അവർ സത്യം സംസാരിക്കുന്നു എന്നല്ല, തിരുവെഴുത്ത് ശരിയായി വിഭജിക്കപ്പെടണം. വിവേചനമാണ് പ്രാധാന്യം. മൂന്നാമത്തെ പരീക്ഷണം, കണ്ണുകളുടെ മോഹം. ഒടുവിൽ സാത്താൻ യേശുവിനെ വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും അവയുടെ മഹത്വവും കാണിച്ചു. അവൻ പറഞ്ഞു, നീ എന്നെ വണങ്ങി ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ഇതാണ് കണ്ണുകളുടെ മോഹം. അധികാരത്തിനും സമ്പത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള ആഗ്രഹം. വീണ്ടും യേശു തിരുവെഴുത്തുകൾ ഉപയോഗിച്ച് മറുപടി പറഞ്ഞു, സാത്താനെ, എന്നെ വിട്ടുപോകൂ. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക, അവനെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ആവർത്തനം 6:13. ഇവിടെ ഞെട്ടിക്കുന്നൊരു കാര്യം, സാത്താൻ കള്ളം പറഞ്ഞില്ല എന്നാണ്. ആദാം തോട്ടത്തിൽ വീണപ്പോൾ ലോകത്തിലെ രാജ്യങ്ങൾ അവന് കൈമാറപ്പെട്ടു. ആദാമിന് ആധിപത്യം ഉണ്ടായിരുന്നു, എന്നാൽ പാപം മൂലം അധികാരം നഷ്ടപ്പെട്ടു. വിലാപങ്ങൾ 5:16 പറയുന്നു, ഞങ്ങളുടെ തലയിൽ നിന്നും കിരീടം വീണുപോയി, ഞങ്ങൾ പാപം ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. എന്നാൽ ജൂതക്കഥകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു. ഈ ഭൂമി പിശാചിനു വേണ്ടി ദൈവം കൊടുത്തതാണെന്നും എന്നിട്ടും അവന്റെ അഹങ്കാരം കാരണം അവന്റെ വാഴ്ചയെ തകർക്കാൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഉണ്ടാക്കി എന്നും യഹൂദന്മാരുടെ പുരാതന പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ സാത്താൻ ആ കിരീടം എടുത്തു. എന്നാൽ യേശു അത് തിരികെ എടുക്കാൻ വന്നു. അവസാനത്തെ ആദാം എന്ന് വിളിക്കപ്പെടുന്ന യേശു പ്രലോഭനത്തെ ചെറുക്കുക മാത്രമല്ല ചെയ്തത്, അവൻ അധികാരം തിരിച്ചുപിടിക്കുകയും ചെയ്തു. തന്റെ അനുസരണത്തിലൂടെ, അന്തിമ ത്യാഗത്തിലൂടെ അവൻ നമ്മെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി മാറ്റി. വെളിപ്പാടിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടിവിച്ചു തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായി എന്നേക്കും മഹത്വവും ബലവും ആമേൻ. എഫേസ്യർ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു, ദൈവം നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു, യേശുക്രിസ്തുവിൽ സ്വർഗീയ മണ്ഡലങ്ങളിൽ അവനോടൊപ്പം ഇരുത്തുന്നു. നാം പ്രലോഭനത്തെ മറികടക്കുമ്പോഴെല്ലാം ഏദനിൽ നഷ്ടപ്പെട്ട ഭൂമി നാം വീണ്ടെടുക്കുന്നു. അനുസരണത്തിന്റെ ഓരോ പ്രവൃത്തിയും ശത്രു എന്നേക്കുമായി മോഷ്ടിച്ചുവെന്ന് കരുതിയ പ്രദേശവും വീണ്ടെടുക്കുന്നു. മരുഭൂമിയിലായിരുന്നപ്പോൾ യേശു ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല ചെയ്തത്, അവൻ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു. ഉപവാസം അവൻ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചല്ലായിരുന്നു, അതവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ശ്രദ്ധിക്കുക, വെളിപ്പെടുത്തൽ സ്വീകരിക്കുക, ആത്മീയ ശക്തിയാൽ വളരുക. ഉപവാസം നിങ്ങളെ ലോകത്തിൽ നിന്നും വിച്ഛേദിക്കുകയും നിങ്ങളെ സ്വർഗത്തിലേക്ക് വീണ്ടും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അത് നിങ്ങളുടെ ആത്മാവിനെ മൂർച്ച കൂട്ടുകയും വിവേചന ശക്തി വർദ്ധിപ്പിക്കുകയും ദൈവിക കൂടിക്കാഴ്ചകൾക്ക് ഇടം നൽകുകയും ചെയ്യുന്നു. ആ 40-ാം ദിവസത്തിൽ യേശു ദൂതന്മാരെ കണ്ടുമുട്ടി പിതാവിൽ നിന്നും കേട്ടു. ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി. പിശാചി പ്രലോഭനങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഉചിതമായ സമയം വരെ അവനെ വിട്ടുപോയി. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. അവനെക്കുറിച്ചുള്ള വാർത്ത ഗ്രാമപ്രദേശം മുഴുവനും വ്യാപിച്ചു. നിങ്ങൾക്കത് മനസ്സിലായോ? അവൻ ആത്മാവിനാൽ നിറഞ്ഞു മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. പക്ഷേ അവൻ ആത്മാവിൻ്റെ ശക്തിയാൽ മടങ്ങി വന്നു. അനുസരണത്തിൽ നിന്നും വരുന്ന ദിവ്യമായ നവീകരണമാണിത്. പലരും ആത്മാവിനാൽ നിറഞ്ഞവരാണ്, പക്ഷെ ചുരുക്കം ചിലർ അവൻ്റെ ശക്തിയിൽ നടക്കുന്നു. കാരണം അവൻ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, മരുഭൂമിയിൽ പരിശീലിക്കപ്പെട്ടിട്ടുമില്ല. നിങ്ങളുടെ മരുഭൂമി നിങ്ങളുടെ അവസാനമല്ല, അത് നിങ്ങളുടെ ശുദ്ധീകരണമാണ്. ദൈവം നിങ്ങളെ വരണ്ട സ്ഥലത്തേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ നിങ്ങളെ ഒരുക്കുകയാണ്. യേശുവിനെ നയിച്ച അതേ പരിശുദ്ധാത്മാവ് നിങ്ങളെയും നയിക്കും. നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ മാറുക മാത്രമല്ല, ശക്തി പ്രാപിക്കുകയും ചെയ്യും. പരീക്ഷയിൽ സഹിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. എന്തുകൊണ്ടെന്നാൽ അവൻ പരീക്ഷയെ അതിജീവിച്ചാൽ ജീവകിരീടം പ്രാപിക്കും.